അയോധ്യയിലെ രാമക്ഷേത്രക്കൊള്ള കത്തിപ്പടരുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇതിലൊട്ടും അത്ഭുതവുമില്ല. കാരണം ഈ കൊള്ളക്കാരെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കാര്യം അങ്ങനെയല്ല. രാഹുൽ ഗാന്ധി രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാവാണ്. ഈ വാർത്ത പുറത്തു വന്ന് മാസം 1 കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ചുണ്ടനക്കിയിട്ടില്ല. സംഘപരിവാർ നടത്തുന്ന ക്ഷേത്രക്കൊള്ളകൾ ഒന്നിനു പിന്നാലെ ഒന്നായി പുറത്തു വരികയാണ്. ഉത്തരമില്ലാതെ സംഘപരിവാർ നേതാക്കൾ മൗനം പാലിക്കുന്നു. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൗനത്തിൽ ഒട്ടും അത്ഭുതമില്ല. അയോധ്യ ക്ഷേത്രക്കൊള്ളയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വന്നിട്ട് മാസം 1 കഴിഞ്ഞു. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതുവരെ ക്ഷേത്രക്കൊള്ളയെക്കുറിച്ച് ചുണ്ടനക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധി വിദേശത്താണ്, സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. പക്ഷേ അയോധ്യ ക്ഷേത്രക്കൊള്ളയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലും രാഹുലിന് മൗനം. പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനം ഏറെ ദുരൂഹമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഇതേവരെ അയോധ്യ രാമക്ഷേത്രം കൊള്ളയെക്കുറിച്ച് പരസ്യമായ ഒരു പ്രതികരണത്തിന് പോലും തയ്യാറായിട്ടില്ല. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പോലും ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 3 ആഴ്ചയോളമായിട്ട് രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനം അത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് എന്നും ഏതൊക്കെ രാജ്യങ്ങളിലാണ് അദ്ദേഹം പോയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ്. വിദേശത്ത് നിന്ന് അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷവും ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ മൗനം തുടരുകയാണ്. ഒരു സജീവമായ ഒരു പ്രതിപക്ഷ നേതാവായി തുടരാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന ഒന്നാണ്. സർക്കാർ പ്രതിരോധത്തിലാവുന്ന പല പ്രധാന ഘട്ടങ്ങളിലും ശക്തമായി സർക്കാരിനെതിരെ രംഗത്ത് വരാനും സർക്കാരിനെതിരെ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിലും ഒക്കെ തന്നെ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ റോഡിലേക്ക് ഉയരാൻ രാഹുൽ ഗാന്ധിക്ക് ഇനിയും കഴിയുന്നില്ല എന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. സംഘപരിവാർ കൊള്ളയ്ക്കെതിരെ ശബ്ദിക്കാൻ രാഹുലിന് വൈമുഖ്യം. പക്ഷേ ഇത്തരമൊരു വിമുഖത ഒരു കാലത്തും ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടായിട്ടില്ല. Why is none of this happening to the Chief Minister of Kerala? Why is his membership not being taken away? Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? 2 chief ministers are in jail. How come none of this is happening to the Chief Minister of Kerala? No, this is not necessary. No. കുറച്ചു കാലം പിറകോട്ട് പോകാം. 2ാം മൻമോഹൻ സിംഗ് സർക്കാർ രാജ്യം ഭരിക്കുന്ന കാലം. അന്ന് ലോക്പാൽ ബിൽ പാസാക്കണമെന്ന ആവശ്യവുമായി അണ്ണാ ഹസാരെ ദില്ലിയിലെ രാംലീല മൈതാനത്ത് നിരാഹാര സമരം നടത്തി. സമരം ആളിക്കത്തി. 10,000-കണക്കിന് ചെറുപ്പക്കാരെ തെരുവിലിറക്കി. മൻമോഹൻ സിംഗ് സർക്കാർ ലോക്പാൽ ബിൽ പാസാക്കി. എന്നാൽ ഈ ജനമുന്നേറ്റത്തിന്റെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയത് BJP-യാണ്. മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ ജനവികാരം ആഞ്ഞടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നു. പന്ത്രണ്ട് വർഷക്കാലത്തെ മോദി ഭരണത്തിന് കീഴിൽ രാജ്യത്ത് അഴിമതിയും കെടുകാര്യസ്ഥതയും കുതിച്ചുവരികയാണ്. കർഷകർ, തൊഴിലാളികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ ഇവരെല്ലാം തെരുവിലാണ്.
ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയനായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ദില്ലിയിലെ ജന്തർ മന്ദറിൽ വൻ പ്രക്ഷോഭം നടത്തുകയാണ്. സോനം വാങ്ചുക് എന്ന പൗരാവകാശ പ്രവർത്തകൻ നിരാഹാരം കടന്നു. ഈ സമരത്തെ അവഗണിച്ചവരുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുകയും അത് BJPക്കെതിരെ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ വലിയൊരു ഫലമുണ്ടാവുകയും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പോലും ആവാതെ BJP പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ ആ കൂട്ടായ്മയെ അതേ അർത്ഥത്തിൽ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസും പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഐക്യത്തിൽ വലിയ വിള്ളൽ വീഴുന്നു. DMK, ആം ആദ്മി പാർട്ടി തുടങ്ങിയ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ ആ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. അങ്ങനെ സർക്കാരിനെതിരെ ശക്തമായി നിലകൊള്ളേണ്ട ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ ഐക്യത്തോടെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട രാഹുൽ ഗാന്ധി ആ ദൗത്യം ഏറ്റെടുക്കാൻ കൂട്ടാക്കുന്നില്ല. അയോധ്യ കൊള്ള പോലെ ഒരു സുപ്രധാനമായ രാഷ്ട്രീയ വിഷയം ഉയർന്നു വന്നിട്ടും അതിനെ അതേപടി ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിനെതിരെ ഒരു ആയുധമാക്കി മാറ്റുന്നതിലും രാഹുൽ ഗാന്ധി വലിയ പരാജയമായി മാറുകയാണ്.